നമ്മൾ BNSൻ്റെ 5 ക്ലാസ്സുകളോളം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇത് 6ാമത്തെ ക്ലാസ്സാണ്. ഇനി ഏകദേശം 2 ക്ലാസ്സോടുകൂടി BNS കംപ്ലീറ്റ് ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും അത് ഇതിന് താഴെ കമൻ്റായിട്ട് കൊടുക്കുക. എന്നാലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 99 വരെയാണ് എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് സെക്ഷൻ 100 മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. 100 മുതൽ. അപ്പോൾ സെക്ഷൻ 100 എന്ന് പറയുമ്പോൾ കുറ്റകരമായ നരഹത്യനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 100. അതായത് ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്ത് അതൊരാളുടെ മരണത്തിന് കാരണമായേക്കാമെന്ന് നമുക്കറിയാം. പക്ഷേ അയാളെ കൊല്ലാൻ വേണ്ടിയല്ല ചെയ്തത്. അത് പക്ഷേ അയാളുടെ മരണത്തിന് ഇടയാക്കി. ആ ഒരു സംഭവത്തിനെയാണ് കുറ്റകരമായ നരഹത്യ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാളെ കമ്പിവടി വെച്ച് തലക്കടിച്ചാൽ അയാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അയാളെ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല നമ്മൾ അടിച്ചത്. പക്ഷേ ആ അടിയുടെ ആഘാതത്തിൽ പുള്ളിക്കാരൻ മരിച്ചുപോയി എങ്കിൽ അത് കുറ്റകരമായ നരഹത്യയായിട്ടാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 100 കുറ്റകരമായ നരഹത്യ. അത് ഓർക്കാനായിട്ട് നമുക്കിങ്ങനെ ആലോചിക്കാം. മോഹൻലാലിൻ്റെ സിനിമയാണ് നരൻ. അപ്പോൾ നരൻ 100 ദിവസം ഓടിയ സിനിമയാണ്. 100 ദിവസം ഓടിയ സിനിമയാണ് മോഹൻലാലിൻ്റെ നരൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ നരഹത്യയായിട്ട് ആലോചിക്കുക. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 100. നെക്സ്റ്റ് സെക്ഷൻ 100ഓട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. സെക്ഷൻ 101 എന്ന് പറയുമ്പോൾ കൊലപാതകമാണ്. കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച് അയാളെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവൃത്തി അയാൾ മരണത്തിന് കാരണമാകുന്നെങ്കിൽ അത് കൊലപാതകമായിട്ട് കണക്കാക്കുന്നത്. കൊല്ലണമെന്ന് വിചാരിച്ച് തന്നെ അടിച്ചതാകുമ്പോൾ അപ്പോൾ അത് സെക്ഷൻ 101 പ്രകാരം കൊലപാതകമായിട്ട് കണക്കാക്കുന്നു. നെക്സ്റ്റ് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 102. സെക്ഷൻ 102 പറയുന്നത് മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ചാണ്. മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ചാണ് സെക്ഷൻ 102 പറയുന്നത്. അതായത് കൊല്ലാൻ ഉദ്ദേശിച്ചത് ഒരാളെ, പക്ഷേ ആൾ മാറിയിട്ട് വേറെ ആളെ കൊന്നുപോയി. അതാണ് സെക്ഷൻ 102 പറയുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. 102 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഒരാളെ, 100 എന്ന് പറയുമ്പോൾ കൊലപാതകം നമുക്കറിയാം. 100 എന്ന് പറയുമ്പോൾ കുറ്റകരമായ നരഹത്യ. 100 എന്ന് പറയുമ്പോൾ കുറ്റകരമായ നരഹത്യ നമുക്കറിയാം. അപ്പോൾ 101 എന്തായിരുന്നു? 101 കൊലപാതകം. 102 എന്ന് പറയുമ്പോൾ രണ്ടാമതൊരാളെ, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, രണ്ടാമതൊരാളെ കൊല്ലുന്നതാണ്. അതായത് ഉദ്ദേശിച്ച ആളല്ല, രണ്ടാമതൊരാളെ കൊല്ലുന്നതാണ് ആളുമാറി കൊലപാതകം. അങ്ങനെ ആലോചിച്ചാൽ മതി. മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാണ്ട് വേറൊരാൾ കൊല്ലപ്പെടുന്നതാണ് സെക്ഷൻ 102 പ്രകാരം. മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന പ്രവൃത്തിനെയാണ് 102 പറയുന്നത്. രണ്ടാമത് ഒരാളെ കൊല്ലാം. നമ്മൾ ഉദ്ദേശിച്ച ആളല്ലാണ്ട് രണ്ടാമത് ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 102 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 103. സെക്ഷൻ 103 പറയുന്നത് കൊലപാതകത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ്. സെക്ഷൻ 103 പറയുന്നത്. അതിപ്പോൾ ആലോചിക്കാനായിട്ട് സെക്ഷൻ 103 എന്ന് പറയുമ്പോൾ എന്താ, കൊലപാതകം ചെയ്ത ആളെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല അല്ലേ. കൊലപാതകം ചെയ്ത ആളെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കണം. എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മൂക്ക് എന്ന് പറയുമ്പോൾ 3ആയിട്ട് കണക്ട് ചെയ്യാം. കൊലപാതകം ചെയ്ത ആളെ വെറുതെ വിടാൻ പറ്റില്ല, അയാളെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കണം. അപ്പോൾ മൂക്കെന്ന് പറയുമ്പോൾ 3ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ, മൂക്കൊണ്ട് ഇക്ഷ വരപ്പിക്കുന്ന ഒരു ശിക്ഷയാണല്ലേ. അപ്പോൾ സെക്ഷൻ 103 എന്ന് പറയുമ്പോൾ കൊലപാതകത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ് സെക്ഷൻ 103 പറയുന്നത്. സെക്ഷൻ 103 പ്രകാരം മരണശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ കൂടാതെ പിഴശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാം. മരണശിക്ഷയോ ജീവപര്യന്തമോ കൂടാതെ പിഴയും നൽകി ശിക്ഷിക്കപ്പെടാം 103 പ്രകാരം. നെക്സ്റ്റ് 103(2). സെക്ഷൻ 103(2). 103(2) എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടാക്രമണത്തെക്കുറിച്ചാണ് സെക്ഷൻ 103(2) പറയുന്നത്. അപ്പോൾ 103(2) എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 ആയില്ലേ. അപ്പോൾ ഇതിലിങ്ങനെ ആലോചിച്ചാൽ മതി. 5 ആൾക്കാരോ അല്ലെങ്കിൽ 5 ആൾക്കാരിൽ കൂടുതലോ ഒരു കൊലപാതകം നടത്തുമ്പോൾ ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിക്കും ശിക്ഷ കിട്ടും. എല്ലാവർക്കും കൂടിയല്ല, ഓരോ വ്യക്തിക്കും ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ കൂടാതെ പിഴശിക്ഷയും ലഭിക്കാം. ലാസ്റ്റത്തെ 3, 2 കൂട്ടുമ്പോൾ 5 ആയി. അപ്പോൾ 5 ആൾക്കാരോ 5 ആൾക്കാരിൽ കൂടുതലോ നടത്തുന്ന കൊലപാതകത്തെക്കുറിച്ചാണ് 103(2) പറയുന്നത്, ആൾക്കൂട്ടാക്രമണം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 104. 104 പറയുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 104 പറയുന്നത്. അതായത് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരാൾ
ജാമ്യത്തിലോ അല്ലെങ്കിൽ പരോളിലോ അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയോ ചെയ്യുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷനെ കുറിച്ചാണ് സെക്ഷൻ 104 പറയുന്നത്. അത് ആലോചിച്ച് വയ്ക്കാനായിട്ട് 104 104 അപ്പോൾ 1ഉം 4 മാത്രം എടുക്കാം. 1ഉം 4 എന്ന് പറയുമ്പോൾ എത്രയും 14 വർഷമല്ല ഏകദേശം ജീവപര്യന്തത്തിൻ്റെ കാലയളവ്. അപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ ചെയ്യുന്ന കൊലപാതകത്തിനെ കുറിച്ചാണ് സെക്ഷൻ 104 പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മരണശിക്ഷയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വാഭാവിക കാലയളവ് മുഴുവൻ തടവ് ലഭിക്കാം. മരണശിക്ഷയോ അല്ലെങ്കിൽ അയാളുടെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ തടവ് ലഭിക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 105 പറയുന്നത് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 എന്ന് പറഞ്ഞപ്പോൾ അഞ്ജു എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ചെയ്യണ കൊലപാതകം ആവില്ല എന്നിങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് വയ്ക്കുക. പുള്ളി നല്ല ഹോൾഡ് ഉള്ള ആളായതുകൊണ്ട് ആളിപ്പോൾ ഒരു കൊലപാതകം ചെയ്താലും അത് കൊലപാതകമായിട്ട് കണക്കാക്കില്ല. അത് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയായിട്ടാണ് അത് കണക്കാക്കുള്ളൂ എന്ന് ആലോചിച്ചാൽ മതി. അഞ്ജു എന്ന് പറഞ്ഞ ഡോക്ടർ കൊലപാതകം ചെയ്താലും അത് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയായിട്ടാണ് കണക്കാക്കുള്ളൂ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി ആ സെക്ഷൻ കിട്ടാനായിട്ട്. അപ്പോൾ 105 കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് 105 പറയുന്നത്. ഒരു വ്യക്തിക്ക് മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളതോ ശാരീരികമായ പരിക്കുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതോ ആയ കൊലപാതകത്തിന് തുല്യമല്ലാത്ത നരഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 105 പറയുന്നത്. അപ്പോൾ ശിക്ഷ എന്താണെന്ന് നോക്കാൻ വെച്ചാൽ ജീവപര്യന്തം വരെ തടവോ അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതോ 10 വർഷം വരെ ആകാവുന്നതോ ആയ തടവും കൂടാതെ പിഴശിക്ഷയും ലഭിക്കാവുന്നതാണ്. എന്നാൽ ഒരു കൃത്യം മരണം സംഭവിപ്പിക്കുവാൻ ഇടയുള്ളതാണെന്ന അറിവോടുകൂടിയും മരണം സംഭവിപ്പിക്കണമെന്നോ ശാരീരിക ഹാനി ഉണ്ടാക്കണമെന്നോ ഉദ്ദേശമില്ലാതെ ചെയ്തതാണെങ്കിൽ അതിനുള്ള ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാം. ഇതാണ് സെക്ഷൻ 105 പറയുന്നത്. അപ്പോൾ 105 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്തേ അഞ്ജു എന്ന് പറഞ്ഞ ഡോക്ടർ കൊലപാതകം ചെയ്താലും ആ പുള്ളി നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ട് പുള്ളി അത് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാക്കി ചുരുക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. 105 എന്ന് പറയുമ്പോൾ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 106 പറയുന്നത് അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ്. അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 106 പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് 6 എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബലാത്സംഗത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞു 6നെ നമ്മൾ സെക്സ് ആയിട്ട് കണക്ട് ചെയ്തേ. അപ്പോൾ 106 എന്ന് പറയുമ്പോൾ അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതാണ്. അതായത് ഒരാൾ കാർ ഓടിച്ച് പോകാമെന്ന് വിചാരിക്കും. ഒരാൾ കാർ ഓടിച്ച് പോകുമ്പോൾ സെക്സിനെ കുറിച്ച് ആലോചിച്ച് ഓടിച്ചിട്ട് പോയപ്പോൾ വണ്ടി ഇടിച്ചു, വേറൊരാളെ വണ്ടി ഇടിച്ച് അയാൾക്ക് മരണം സംഭവിച്ചു. അപ്പോൾ ഈ പുള്ളിയുടെ അശ്രദ്ധ കാരണമാണ് മറ്റയാൾ മരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 106 എന്ന് പറയുമ്പോൾ അശ്രദ്ധ മൂലം ഈ പുള്ളി കാർ ഓടിച്ചപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തിച്ച് ഓടിച്ചത് കാരണം വണ്ടി ഇടിച്ച് മരണം സംഭവിച്ചു. അപ്പോൾ എന്താ സെക്ഷൻ 106 അശ്രദ്ധ മൂലമുള്ള മരണത്തെ കുറിച്ചാണ് സെക്ഷൻ 106 പറയുന്നത്. അപ്പോൾ അശ്രദ്ധ മൂലം മരണം സംഭവിപ്പിച്ച ശിക്ഷ എത്രയാണ് പറയുന്നത് വെച്ചാൽ 5 വർഷം വരെ തടവും കൂടാതെ പിഴശിക്ഷയ്ക്കും അർഹതയുണ്ട്. 5 വർഷം വരെ തടവും കൂടാതെ പിഴശിക്ഷയ്ക്കും അർഹതയുണ്ട്. എന്നാൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ മെഡിക്കൽ നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ മെഡിക്കൽ നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ അശ്രദ്ധ മൂലം വേറൊരാളുടെ മരണത്തിന് കാരണമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ശിക്ഷ 2 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്നതാണ്. അപ്പോൾ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് 2 വർഷം വരെ തടവോ പിഴയോ അല്ല വേറെ ഏതെങ്കിലും ആളാണെന്ന് വെച്ചാൽ 5 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാം. പക്ഷേ ശിക്ഷ കൂടുതൽ കിട്ടുന്നൊരു സന്ദർഭമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളെ വണ്ടി ഇടിച്ചിട്ട് നമ്മൾ നിർത്താണ്ട് പോയി, പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ ആരെയും അറിയിക്കാണ്ട് നമ്മൾ നിർത്താണ്ട് പോയി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ 10 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന തടവ് ശിക്ഷയ്ക്കും പിഴശിക്ഷയ്ക്കും അർഹതയുണ്ട്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 107. സെക്ഷൻ 107 പറയുന്നത് കുട്ടിയുടെയോ മാനസികാവസ്ഥ മോശമായ വ്യക്തിയുടെയോ ആത്മഹത്യാ പ്രേരണയെക്കുറിച്ചാണ്. കുട്ടിയുടെയോ മാനസികാവസ്ഥ മോശമായ വ്യക്തിയുടെയോ ആത്മഹത്യാ പ്രേരണയെക്കുറിച്ചാണ് സെക്ഷൻ 107 പറയുന്നത്. അത് ആലോചിക്കാനായിട്ട് നമ്മൾ 107 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്തതെന്ന് ആലോചിക്കുക. എഴുതാനും വായിക്കാനും അറിയാത്തത് ആർക്കാണ്? എഴുതാനും വായിക്കാനും അറിയാത്തത് കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല. പിന്നെന്താ മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് ആലോചിച്ചാൽ മതി. എഴുതാനും വായിക്കാനും അറിയാത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കും അറിഞ്ഞുകൂടാ, മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല, അങ്ങനെയുള്ള ആളെ. അപ്പോൾ 7നെ എഴുതാനും വായിക്കാനായിട്ട് കണക്ട് ചെയ്തു. വീണ്ടും
ഈ 7നെ തന്നെ സൂയിസൈഡായിട്ട് കണക്ട് ചെയ്യുക, 7നെ സൂയിസൈഡായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ 107 എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ആളെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടികളെ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ ആത്മഹത്യ പ്രേരണ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ കുട്ടിയുടെയോ മാനസികാവസ്ഥ മോശമായ വ്യക്തിയുടെയോ ആത്മഹത്യ പ്രേരണയെക്കുറിച്ചാണ് സെക്ഷൻ 107 പറയുന്നത്. ഏതെങ്കിലും കുട്ടി മാനസിക സ്ഥിരതയില്ലാത്ത വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ട ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അത്തരം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ആർക്കും വധശിക്ഷയോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടാത്ത തടവ് ശിക്ഷയും പിഴയും ലഭിക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 108. സെക്ഷൻ 108 പറയുന്നത് ആത്മഹത്യ പ്രേരണയെക്കുറിച്ചാണ്. സെക്ഷൻ 108 പറയുന്നത് ആത്മഹത്യ പ്രേരണയെക്കുറിച്ചാണ്. അതാലോചിക്കാനായിട്ട് 108 എന്ന് പറയുമ്പോൾ നമ്മൾ കെട്ടായിട്ട് ആലോചിക്കുക. കെട്ടെന്ന് പറയുമ്പോൾ എന്താ, ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണല്ലേ ആത്മഹത്യ, കെട്ടി തൂങ്ങാന്ന് പറയില്ലേ. അപ്പോൾ 108 എന്ന് പറയുമ്പോൾ കെട്ടി തൂങ്ങാന്ന് ആലോചിച്ചാൽ മതി. ആത്മഹത്യ പ്രേരണയെക്കുറിച്ചാണ് സെക്ഷൻ 108 പറയുന്നത്. ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അത്തരം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഏതൊരാളും 10 വർഷം വരെ തടവിനും കൂടാതെ പിഴ ശിക്ഷയ്ക്കും ശിക്ഷിക്കപ്പെടാവുന്നതാണെന്നാണ് സെക്ഷൻ 108 പറയുന്നത്. 108 8നെ നമ്മൾ കെട്ടിത്തൂങ്ങാന്ന് ആലോചിച്ചാൽ മതി. കെട്ടിത്തൂങ്ങുക അതായത് ആത്മഹത്യ പ്രേരണ, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 108 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് 109. 109 പറയുന്നത് വധശ്രമത്തിനെ കുറിച്ചാണ്. സെക്ഷൻ 109 എന്ന് പറയുമ്പോൾ വധശ്രമം, അതായത് ആരെങ്കിലും ഉദ്ദേശത്തോടെയോ അറിവോടെയോ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയിലൂടെ മരണത്തിന് കാരണമായാൽ അയാളിൽ കൊലപാതക കുറ്റം ചുമത്തുന്ന സാഹചര്യത്തിൽ 10 വർഷം വരെ തടവും പിഴശിക്ഷയും ലഭിക്കും. അത്തരമൊരു പ്രവൃത്തിയിലൂടെ ആർക്കെങ്കിലും പരിക്കേൽക്കുകയാണെങ്കിൽ കുറ്റവാളിക്ക് ജീവപര്യന്തം തടവോ 10 വർഷം വരെ തടവും പിഴയും അനുഭവിക്കേണ്ടി വരുന്നതാണ് സെക്ഷൻ 109 പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ കൊലപാതകത്തിനെ കുറിച്ച് പഠിക്കുന്ന സെക്ഷൻ ഏതായിരുന്നു? കൊലപാതകത്തിനെ കുറിച്ച് പഠിക്കുന്നത് 101 പഠിച്ചത് കൊലപാതകത്തിനെ കുറിച്ച്. അപ്പോൾ 101 കൊലപാതകം, ആ 1നെ നമുക്ക് 10 ആക്കാനായിട്ട് എത്ര കൂട്ടണം? 1നെ 10 ആക്കാനായിട്ട് 9 കൂട്ടണം. അതായത് 109 കൊലപാതക ശ്രമം. അതുപോലെ തന്നെ 100 എന്തായിരുന്നു? 100 കുറ്റകരമായ നരഹത്യനെ കുറിച്ചാണ് 100 പറഞ്ഞത്. അപ്പോൾ ആ 100ൻ്റെ ലാസ്റ്റ് 0 ആണല്ലോ. അപ്പോൾ അത് 10 ആവാനായിട്ട് എത്ര കൂട്ടണം? 100 10 ആവാനായിട്ട്, അതായത് 100ൻ്റെ ലാസ്റ്റത്തെ 0 10 ആവാനായിട്ട് 10 കൂട്ടണം. അപ്പോൾ 110 എന്ന് പറയുന്നത് കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമത്തിനെ കുറിച്ചാണ് 110 പഠിക്കുന്നത്. അതങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. 100ൻ്റെ ലാസ്റ്റ് 2 0 അപ്പോൾ അത് 10 ആവാനായിട്ട് 10 കൂട്ടണം. അപ്പോൾ 110 എന്ന് പറയുന്നത് കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമവും 100 കുറ്റകരമായ നരഹത്യനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ 101 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 1 അപ്പോൾ ആ 1 10 ആവാനായിട്ട് 9 കൂട്ടണം. അപ്പോൾ 109 എന്ന് പറയുന്നത് വധശ്രമവും 101 എന്ന് പറയുന്നത് കൊലപാതകത്തെക്കുറിച്ചാണ് പറയുന്നത്. 101 കൊലപാതകം, 109 കൊലപാതക ശ്രമം. നെക്സ്റ്റ് സെക്ഷൻ 110 നമ്മൾ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചു. അതായത് 100 എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? 100 കുറ്റകരമായ നരഹത്യയെക്കുറിച്ചാണ് പറഞ്ഞത്. 100ൻ്റെ ലാസ്റ്റ് 2 0 അപ്പോൾ ആ 0 10 ആവാനായിട്ട് 10 കൂട്ടണം. അതായത് 110 കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമം. 10 കൂട്ടിക്കഴിഞ്ഞാൽ ശ്രമമായി. അതുപോലെ തന്നെ 101ൻ്റെ കൂടെ 10 ആവാനായിട്ട് 9 കൂട്ടിയാൽ മതി. അപ്പോൾ 109 കൊലപാതക ശ്രമമായി. 101 കൊലപാതകവും 109 കൊലപാതക ശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 110ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കുറ്റകരമായ നരഹത്യ നടത്താനുള്ള ശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും ഏതെങ്കിലും പ്രവൃത്തി ഉദ്ദേശത്തോടെയോ അറിവോടെയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രവൃത്തിയിലൂടെ മരണമുണ്ടായാൽ കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യക്ക് അയാൾ കാരണക്കാരനാകും. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് ഇതിൻ്റെ ശിക്ഷ. കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമത്തിൻ്റെ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഇത്തരം പ്രവൃത്തിയിലൂടെ ഒരാൾക്ക് പരിക്ക് പറ്റാൻ 7 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. അപ്പോൾ അതാണ് സെക്ഷൻ 107 പറയുന്നത്. ശിക്ഷ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. പക്ഷേ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ 7 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ലഭിക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 111. 111 പറയുന്നത് സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ്. സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 111 പറയുന്നത്. അതായത് 111 എന്ന് പറയുമ്പോൾ 111 എന്നാണല്ലേ, അതൊരു സംഘമായിട്ട് കണക്കാക്കാം. ഒന്നുകളുടെ ഒരു സംഘമാണ് 111. അതായത് സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 111 പറയുന്നത്. അതായത് എന്ത് കുറ്റമായിക്കോട്ടെ,
തട്ടിക്കൊണ്ട് പോകലോ കവർച്ചയോ വാഹനമോഷണമോ പിടിച്ചുപറിയോ അങ്ങനെ എന്തായാലും അതൊരു സംഘം ചേർന്ന് ചെയ്തതെന്ന് വെച്ചാൽ അത് സംഘടിത കുറ്റകൃത്യമാണ്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ 3 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണിത്. ഇങ്ങനെ സംഘടിത കുറ്റകൃത്യം ചെയ്താൽ 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് സംഘടിത കുറ്റകൃത്യം. അടുത്തത് ഈ സംഘടിത കുറ്റകൃത്യത്തിന് ഒരു 7 സബ്സെക്ഷൻ ഉണ്ട് 11. അതായത് സംഘടിത കുറ്റകൃത്യത്തിന് 7 സബ്സെക്ഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാന്ന് വെച്ചാൽ സെക്ഷൻ 111(2). സെക്ഷൻ 111(2) പറയുന്നത് സംഘടിത കുറ്റകൃത്യം ചെയ്ത ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷനെ കുറിച്ചാണ് സെക്ഷൻ 111(2) പറയുന്നത്. സംഘടിത കുറ്റകൃത്യം ചെയ്ത ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷനെ കുറിച്ചാണ് സെക്ഷൻ 111(2) പറയുന്നത്. ഇത്തരം കുറ്റകൃത്യം ആരുടെയെങ്കിലും മരണത്തിൽ കലാശിച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവിനോ ശിക്ഷിക്കപ്പെടാം. 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ചുമത്താം. അപ്പോൾ സെക്ഷൻ 111(2) പറയുന്നത് സംഘടിത കുറ്റകൃത്യം ചെയ്ത ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷനെ കുറിച്ചാണ്. ശിക്ഷ പറയുന്നത് ഇത്തരം കുറ്റകൃത്യം ആരുടെയെങ്കിലും മരണത്തിൽ കലാശിച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവിനോ ശിക്ഷിക്കപ്പെടും. 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ചുമത്തും. മറ്റേതെങ്കിലും സാഹചര്യത്തിൽ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയ്ക്ക് വിധേയനാകും. 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും എന്നാണ് സെക്ഷൻ 111(3). ഈ സെക്ഷൻ 111(3) പറയുന്നത് സംഘടിത കുറ്റകൃത്യത്തിന് സഹായിക്കുന്ന വ്യക്തിക്കുള്ള ശിക്ഷ. അതായത് 111(3) എന്ന് പറയുമ്പോൾ സംഘടിത കുറ്റകൃത്യം നടത്താൻ മുന്നോട്ടിറങ്ങാൻ സഹായിക്കുന്ന ആൾക്ക്, 3 എന്ന് പറയുമ്പോൾ മുന്നോട്ടിറങ്ങാൻ സഹായിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷനെ കുറിച്ചാണ് സെക്ഷൻ 111(3) പറയുന്നത്. ഒരു സംഘടിത കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവം സഹായിക്കുകയോ ഒരു സംഘടിത കുറ്റകൃത്യത്തിന് തയ്യാറെടുക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ചെയ്താൽ 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം തടവ് വരെ നീളാവുന്നതുമായ ശിക്ഷ ലഭിക്കാം. കൂടാതെ 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കാം. ഇതാണ് സെക്ഷൻ 111(3) പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 111(4). സെക്ഷൻ 111(4) ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായ ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 111(4) പറയുന്നത്. ഒരു സംഘടിത കുറ്റകൃത്യത്തിലെ അംഗമായ ഏതൊരു വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഒരു സംഘടിത കുറ്റകൃത്യത്തിലെ അംഗമായ ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് 111(4) പറയുന്നത്. അതായത് അതാലോചിക്കാനായിട്ട് 111(4) എന്ന് പറയുമ്പോൾ 4 എന്ന് പറയുമ്പോൾ ഫോർ ദ പീപ്പിൾ ആലോചിക്കുക. ഫോർ ദ പീപ്പിൾ സിനിമയുണ്ടല്ലോ. അപ്പോൾ അതിൽ അവർ 4 പേരും കൂടെ അഴിമതി കാണിക്കുന്നവരൊക്കെ ശിക്ഷയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് അവരൊരു സംഘടിത കുറ്റകൃത്യം നടത്തുന്നത്. അപ്പോൾ അവർക്ക് 4 പേർക്കുള്ള ശിക്ഷ, ഓരോരുത്തർക്കും ഉള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 111(4). അതായത് ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായ ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 111(4) പറയുന്നത്. ഒരു സംഘടിത കുറ്റകൃത്യത്തിൽ അംഗമായ ഏതൊരു വ്യക്തിക്കും 5 ലക്ഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. നെക്സ്റ്റ് 111(5). 111(5) പറയുന്നത് കുറ്റവാളിയുടെ വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ്. 111(5) പറയുന്നത് കുറ്റവാളിയുടെ വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് ഉള്ള ശിക്ഷയെ കുറിച്ചാണ് 111(5) പറയുന്നത്. അത് ഓർത്ത് വയ്ക്കാനായിട്ട് 111(5) എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ എന്താ, കുറ്റവാളിയുടെ വിവരങ്ങൾ ഫൈൻഡ് ചെയ്യാണ്ട് ഒളിപ്പിച്ച് വയ്ക്കുക. അതായത് കാണാൻ പറ്റാത്ത രീതിയിൽ വയ്ക്കുക. ഫൈൻഡ് ചെയ്യാണ്ട് ഒളിപ്പിച്ച് വയ്ക്കുന്ന ആൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 111(5) പറയുന്നത്. 5നെ നമ്മൾ ഫൈൻഡ് ചെയ്യാണ്ട് ഒളിപ്പിച്ച് വയ്ക്കുന്ന ആൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് 111(5) പറയുന്നത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാൾക്കും 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. അപ്പോൾ മറച്ചു വയ്ക്കുന്ന ഏതൊരാൾക്കും 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. കൂടാതെ 5 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. നെക്സ്റ്റാണ് സെക്ഷൻ 111(6). ഇതെല്ലാം 111ൻ്റെ സബ്സെക്ഷനാണ്. 111ൻ്റെ സബ്സെക്ഷൻസ് 111(7) വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നതാണ് സെക്ഷൻ 111(6). സെക്ഷൻ 111(6) പറയുന്നത് കുറ്റകൃത്യത്തിൻ്റെ വരുമാനം സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ്. കുറ്റകൃത്യത്തിൻ്റെ വരുമാനം സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് 111(6) പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലമായിട്ട് 6 ലക്ഷം രൂപ കിട്ടിയെന്ന് ആലോചിക്കുക. 6 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ അത് സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 111(6) പറയുന്നത്. ഇങ്ങനെ കൈവശം വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവും കൂടാതെ 2 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 111(7). സെക്ഷൻ 111(7) പറയുന്നത് കുറ്റവാളിക്ക് വേണ്ടി കുറ്റകൃത്യത്തിൻ്റെ വരുമാനം സൂക്ഷിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ. അതായത് ഇവിടെ കുറ്റകൃത്യം ചെയ്ത ആളല്ല വരുമാനം സൂക്ഷിക്കുന്നത്, വേറൊരാൾ കുറ്റവാളിക്ക് വേണ്ടി വരുമാനം സൂക്ഷിക്കുകയാണ്. അതായത് കുറ്റവാളിക്ക് വേണ്ടി കുറ്റകൃത്യത്തിൻ്റെ വരുമാനം സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 111(7) പറയുന്നത്. അത് ആലോചിക്കാനായിട്ട് 7 എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരാൾ, 7 ഫോർ സെപ്പറേറ്റ്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരാൾ
കുറ്റകൃത്യത്തിൻ്റെ വരുമാനം സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 111(7) പറയുന്നത്. ഇത്തരം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്നതുമായ ശിക്ഷ കിട്ടും. കൂടാതെ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. അപ്പോൾ ശിക്ഷ എന്താണ്? 3 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ 3 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ നീളാവുന്ന തടവും കൂടാതെ 1 ലക്ഷം രൂപ വരെ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കാം. 3 വർഷം മുതൽ 10 വർഷം വരെ ആകാവുന്ന തടവും 1 ലക്ഷത്തിൽ കുറയാത്ത പിഴയും ലഭിക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 112. നെക്സ്റ്റ് സെക്ഷൻ 112. 112 പറയുന്നത് ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ്. ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 112. അതാലോചിക്കാനായിട്ട് സെക്ഷൻ 112 എന്ന് പറയുമ്പോൾ 1, 1, 2, അതായത് 1, 1, 2 എന്ന് പറയുന്നത് അങ്ങനെ ആരാ പഠിക്കുക? 1, 1, 2 എന്ന് പഠിക്കുന്നത് ചെറിയ കുട്ടികളാണ്. അപ്പോൾ 1, 1, 2 എന്ന് പഠിക്കുന്നത് ചെറിയ കുട്ടികളാണ്. അതായത് ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 112 പറയുന്നത്. ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 112 പറയുന്നത്. ഈ ചെറിയ സംഘടിത കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നത് തന്ത്രപരമായ മോഷണം, വാഹനത്തിൽ നിന്നുള്ള മോഷണം, വീട്ടിൽ നിന്നോ ബിസിനസ് പരിസരത്തിൽ നിന്നുള്ള മോഷണം, കാർഗോ മോഷണം, പിക്ക് പോക്കറ്റിങ്, പിന്നെ കാർഡ് സ്കിമ്മിങ് വഴിയുള്ള മോഷണം, ATM മോഷണം, ഇതൊക്കെ ചെറിയ സംഘടിത കുറ്റകൃത്യത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഏതൊരാൾക്കും 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീളാവുന്നതുമായ ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാം. 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാം. അതാണ് സെക്ഷൻ 112 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 113. 113 പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചാണ്. സെക്ഷൻ 113 പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ച്. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 113 എന്ന് പറയുമ്പോൾ 3നെ 3 എന്നല്ല പറയാം. അപ്പോൾ 3നെ തീവ്രവാദമായിട്ട് കണക്ട് ചെയ്യാം. തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ചാണ് സെക്ഷൻ 113 പറയുന്നത്. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, സുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയെ ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുള്ളതോ ആയ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള ജനങ്ങളെയോ ഏതെങ്കിലും വിഭാഗത്തെയോ ഭീകരതയിലേക്ക് നയിക്കുകയോ ഭീകരത സൃഷ്ടിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ ഭീകരപ്രവർത്തനത്തിനും 7 സബ്സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ 113(2) നമുക്ക് നോക്കാം. 113(2) പറയുന്നത് ഭീകരപ്രവർത്തനത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. 113 തീവ്രവാദത്തിനെ കുറിച്ച് പറയുന്നു. 113(2) എന്ന് പറയുമ്പോൾ ശിക്ഷയെക്കുറിച്ച് പറയാം. 113(2) എന്ന് പറയുമ്പോൾ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. തീവ്രവാദത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് 113(2) പറയുന്നത്. ഇത്തരം കുറ്റകൃത്യം ആരുടെയെങ്കിലും മരണത്തിൽ കലാശിച്ചിട്ടുണ്ടെങ്കിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവിനോ ശിക്ഷിക്കപ്പെടും. കൂടാതെ പിഴയും ലഭിക്കും. മറ്റു സാഹചര്യങ്ങളിൽ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയ്ക്ക് വിധേയനാകും. കൂടാതെ പിഴയും ലഭിക്കും. അതായത് ഈ തീവ്രവാദ പ്രവർത്തനം വഴി ആരുടെയെങ്കിലും മരണത്തിൽ കലാശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവിനോ ശിക്ഷിക്കപ്പെടാം. കൂടാതെ പിഴ ശിക്ഷയും നൽകാം. പക്ഷേ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ, അതായത് മരണത്തിന് കാരണമാക്കിയിട്ടില്ല, മറ്റേതെങ്കിലും സാഹചര്യത്തിലാണെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയ്ക്ക് വിധേയനാകാം. കൂടാതെ പിഴയും ലഭിക്കാം. ഇതാണ് സെക്ഷൻ 113(2) പറയുന്നത്. നെക്സ്റ്റ് 113(3). സെക്ഷൻ 113(3) എന്ന് പറയുമ്പോൾ നമ്മൾ 111(3) എന്താ പഠിച്ചത്? സംഘടിത കുറ്റകൃത്യത്തിന് സഹായിക്കുന്ന വ്യക്തിക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് 111(3) പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ 113(3), അതായത് തീവ്രവാദത്തിന് സഹായിക്കുക, മുന്നിട്ടിറങ്ങാൻ സഹായിക്കുക, തീവ്രവാദ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാൻ സഹായിക്കുക, അതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 113(3) പറയുന്നത്. ഒരു ഭീകരപ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പിനായി നേരിട്ടോ അറിഞ്ഞോ സൗകര്യമൊരുക്കുക എന്ന് പറയുമ്പോൾ സഹായിക്കുക, ഗൂഢാലോചന നടത്തുകയോ പ്രേരിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. കൂടാതെ പിഴയും ലഭിക്കും. അതാണ് സെക്ഷൻ 113(3) പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 113(4). സെക്ഷൻ 113(4) പറയുന്നത് ഭീകരപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിനായിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർ, ഭീകരപ്രവർത്തനത്തിനായിട്ട് ഏതെങ്കിലും വ്യക്തിയെ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ, ഇതൊക്കെ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 113(4) പറയുന്നത്. അതായത് 4 എന്ന് പറയുമ്പോൾ 4 എന്നാണല്ലോ പറയാം. 4നെ 4 എന്നാണ് പറയാം. അപ്പോൾ 4നെ നമ്മൾ ഫോഴ്സായിട്ട് കണക്ട് ചെയ്യുക. ഫോഴ്സിലേക്കാണല്ലോ സാധാരണ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, പിന്നെ എന്താ ക്യാമ്പുകൾ നടത്തുക, ഇതൊക്കെ ഫോഴ്സിലേക്കാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷനെക്കുറിച്ചാണ് സെക്ഷൻ 113(4) പറയുന്നത്. അതായത് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, ക്യാമ്പുകൾ നടത്തുക, ഇവർക്കുള്ള ശിക്ഷനെക്കുറിച്ചാണ് സെക്ഷൻ 113(4) പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും. കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും. അപ്പോൾ എന്താ ശിക്ഷ അവർക്ക്? 5 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ തടവ് ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കാം.
നെക്സ്റ്റ് 113(5). 113(5) പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയിൽ അംഗമായ ഏതൊരു വ്യക്തിക്കും ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കും, കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും. അതായത് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തിക്കും ജീവപര്യന്തം തടവ് വരെ തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് സെക്ഷൻ 113(5) പറയുന്നത്. 113(5) പറയുന്നത്. നെക്സ്റ്റ് 113(6). 113(6) പറയുന്നത് ഇയാൾ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് അറിഞ്ഞുകൊണ്ട് ആ ആളെ മറച്ചു വെക്കുകയോ അയാൾക്ക് അഭയം നൽകുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് 113(6) പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കും, കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കും. അപ്പോൾ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ സേവ് ചെയ്യാൻ ശ്രമിച്ച, അതായത് മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് അഭയം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ് അങ്ങനെ ചെയ്യുന്ന ആൾ. നെക്സ്റ്റ് സെക്ഷൻ 113(7). 113(7). അപ്പോൾ 113ൻ്റെ ലാസ്റ്റത്തെ സബ്സെക്ഷനാണ് 113(7). 113(7) പറയുന്നത് ഈ ഭീകരവാദ പ്രവർത്തനത്തിൽ നിന്ന് ലഭിച്ച സ്വത്ത് കൈവശം വെച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് 113(7) പറയുന്നത്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ സ്വത്തായിട്ടാണ് എത്തുക. സ്വത്ത് കൈവശം വെച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് 113(7) പറയുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാം. ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സ്വത്ത് കൈവശം വെച്ച് കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ പിഴ ശിക്ഷ ലഭിക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 114. സെക്ഷൻ 114 പറയുന്നത് ദേഹോപദ്രവത്തെക്കുറിച്ചാണ്. അതായത് ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ബലഹീനതയോ ഉളവാക്കുന്ന ഏതൊരു വ്യക്തിയും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു. അപ്പോൾ സെക്ഷൻ 114 ദേഹോപദ്രവത്തെക്കുറിച്ച് പറയുന്നത് അത് കണക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ഒരാൾ ഒന്നെന്ന് പറയുമ്പോൾ 114 114. അതായത് ഒരാൾ വേറൊരാളെ, അതായത് അപ്പോൾ രണ്ടൊന്നായി ഒരാൾ വേറൊരാളെ 4 എന്ന് പറയുമ്പോൾ നല്ല ഇടിയിടിക്കുക. നല്ല ഇടിയിടിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 114 പറയുന്നത്. ഒരാൾ വേറൊരാളെ നല്ല ഇടിയിടിക്കുക 114. അപ്പോൾ 114 ദേഹോപദ്രവത്തെക്കുറിച്ചാണ് പറയുന്നത്. 114 മുതൽ 117 വരെയുള്ള സെക്ഷൻസ് നമുക്ക് കണക്ട് ചെയ്തൊരു ഓർഡറിൽ പഠിച്ചു പോവാം. അത് ഇങ്ങനെ പഠിച്ചാൽ മതി. ആദ്യം ദേഹോപദ്രവം, പിന്നെ സ്വമേധയാ ദേഹോപദ്രവം, പിന്നെ കഠിനമായ ദേഹോപദ്രവം, ലാസ്റ്റ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ദേഹോപദ്രവം, അതായത് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം. അപ്പോൾ ആ ഓർഡർ ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് കിട്ടും. ആദ്യം ദേഹോപദ്രവം, പിന്നെ സ്വമേധയാ ദേഹോപദ്രവം, അതിനുശേഷം കഠിനമായ ദേഹോപദ്രവം, പിന്നെ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം. ഇത്രയാണ് ഓർഡർ. അതായത് 114 എന്ന് പറയുമ്പോൾ ദേഹോപദ്രവം, 115 എന്ന് പറയുമ്പോൾ സ്വമേധയാ ദേഹോപദ്രവം, 116 എന്ന് പറയുമ്പോൾ കഠിനമായ ദേഹോപദ്രവം, 117 എന്ന് പറയുമ്പോൾ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം. അപ്പോൾ ഈ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 114 മുതൽ 117 വരെ ഒറ്റ ഒരു ഇതിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സെക്ഷൻ 115. സെക്ഷൻ 115 എന്താ പറയുന്നത്? സ്വമേധയാ ദേഹോപദ്രവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും കൃത്യം ചെയ്യുന്നത് വഴി ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ഏൽപ്പിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ആ കൃത്യം ചെയ്യുകയും അതുവഴി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു. അതാണ് സെക്ഷൻ 115. അതായത് ഏതെങ്കിലും ഒരു കൃത്യം ചെയ്യുന്നത് വഴി അയാൾക്ക് ദേഹോപദ്രവം ഏൽക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് സെക്ഷൻ 115 പറയുന്നത്, സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുക. നെക്സ്റ്റ് 116. 116 പറയുന്നത് കഠിനമായ ദേഹോപദ്രവത്തെക്കുറിച്ചാണ്. കഠിനം എന്ന് പറയുമ്പോൾ പുരുഷത്വം ഇല്ലാതാക്കൽ, കണ്ണുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കാഴ്ച ഇല്ലാതാക്കൽ, പിന്നെ ചെവിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കേൾവി ഇല്ലാതാക്കൽ, പിന്നെന്താ എല്ല് പൊട്ട, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഠിനമായ ദേഹോപദ്രവത്തിലാണ് ഉൾപ്പെടുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കഠിനമായ ദേഹോപദ്രവത്തിലാണ് ഉൾപ്പെടുന്നത്. അല്ലെങ്കിൽ ഉപദ്രവം ഏറ്റവൻ 15 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയോ അയാൾക്ക് തൻ്റെ സാധാരണ ജോലികൾ ചെയ്യാൻ കഴിയാതെ ആകുകയോ ചെയ്യുന്നത് 116 പ്രകാരം കഠിനമായ ദേഹോപദ്രവത്തിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് സെക്ഷൻ 117 പറയുന്നത് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ഒരാളൊരു കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ ഏൽപ്പിക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിലുള്ള കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുവെങ്കിൽ അയാൾ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. അതായത് ഒരാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരാളെ കഠിനമായ ദേഹോപദ്രവത്തിന് ഇരയാക്കുക, അതിനെയാണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവത്തിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 118. 118 പറയുന്നത് അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗേനയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 118 പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വേറൊരാൾ വെട്ട എന്ന് പറയുമ്പോൾ 8 എന്ന് പറയുമ്പോൾ വെട്ടാന്ന് കണക്കാക്കുക. അതായത് വാൾ വെച്ച് വേറൊരാൾ വെട്ട, അതായത് അപായകരമായ ആയുധം വെച്ചിട്ടല്ലേ അപ്പോൾ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത്.
അതാണ് സെക്ഷൻ 118 പറയുന്നത്. അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗേനയോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 118 പറയുന്നത്. ഒരാൾ വേറൊരാളെ വാൾ വെച്ച് വെട്ടുക, അതാണ് സെക്ഷൻ 118 പറയുന്നത്. സെക്ഷൻ 118 പ്രകാരം 3 വർഷം വരെ ആകാവുന്ന തടവോ 20,000 രൂപ വരെ ആകാവുന്ന പിഴ ശിക്ഷയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 119. 119 എന്ന് പറയുമ്പോൾ സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനോ ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 119 പറയുന്നത്. 119 പറയുന്നത് സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനോ ഉപദ്രവം ഉണ്ടാക്കുക, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 119 പറയുന്നത്. അപ്പോൾ ഇതിലെ 9 എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. 97 എന്ന് പറയുമ്പോൾ നൈക്കായിട്ട് കണക്ട് ചെയ്തു. നൈക്കിൻ്റെ ഒരു ഷൂ എടുത്തിട്ട് പോകാനായിട്ട്, അതായത് മോഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 97 പറയുന്നത്. അപ്പോൾ ഈ നൈക്കിൻ്റെ ഷൂ ആയിട്ട് തന്നെ കണക്ട് ചെയ്യുക. ഈ നൈക്കിൻ്റെ ഷൂ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ, അതൊരു സ്വത്താണല്ലോ. സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനോ ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് 119 പറയുന്നത്. അതായത് ഒരാൾ വേറൊരാളുടെ നൈക്ക് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപദ്രവം ഉണ്ടാക്കുക, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 119 പറയുന്നത്. സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 119 പറയുന്നത്. ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഏതൊരാളും 10 വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെടും. 10 വർഷം വരെ തടവിന് ശിക്ഷിക്കപ്പെടും, കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 120. സെക്ഷൻ 120 പറയുന്നത് കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കാനോ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് സെക്ഷൻ 120 പറയുന്നത് കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കുന്നതിനോ വേണ്ടിയിട്ട് ഉപദ്രവിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 120 പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ വെച്ചാൽ, സെഡിൽ നിന്ന് ലഭിക്കേണ്ട ചില വരുമാന കുടിശ്ശികകൾ നൽകാൻ നിർബന്ധിക്കുന്നതിനായിട്ട് എ എന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ സെഡിനെ പീഡിപ്പിക്കുന്നു. ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യത്തിൽ എ കുറ്റക്കാരനാണ്. അതായത് സെഡ് എക്ക് കുറച്ച് വരുമാന കുടിശ്ശികകൾ നൽകാനുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് എ സെഡിനെ പീഡിപ്പിക്കുകയാണ്. അത് സെക്ഷൻ 120 പ്രകാരം കുറ്റകരമാണെന്നാണ് സെക്ഷൻ 120 പറയുന്നത്. അതായത് കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കാനോ വേണ്ടി ഉപദ്രവിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 120 പറയുന്നത്. അത് കണക്ട് ചെയ്യാനായിട്ട് 120 120 എന്നാണല്ലോ. അപ്പോൾ ഒരാൾ അയാളുടെ 2 രൂപ കിട്ടാനായിട്ട് വട്ടത്തിലിട്ട് ഉപദ്രവിക്കുക. ഒരാൾ 2 രൂപ തിരിച്ചു കിട്ടാനായിട്ട് വട്ടത്തിലിട്ട് ഉപദ്രവിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 120 പറയുന്നതെന്ന് ആലോചിച്ചാൽ മതി. സ്വത്ത് തിരിച്ചു പിടിക്കുന്നതിനോ അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തുന്നതിന് വേണ്ടി ഉപദ്രവിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 120 പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാം. 7 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സെക്ഷൻ 100 മുതൽ സെക്ഷൻ 120 വരെയാണ്. സെക്ഷൻ 100 മുതൽ 120 വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.